ശ്രീലാൽ നേരത്തെ ഏറ്റവും വലിയ ഈ സർവേകളുടെ പൊള്ളത്തരത്തെ സംബന്ധിച്ച് ആളുകൾ ഇത് വിശ്വസിക്കാത്ത ഒരു ഏർപ്പാടായി മാറും വിധത്തിലേക്ക് എങ്ങനെ മാറുന്നു എന്നതിലെ ഒരു ഗൗരവമായ പ്രശ്നമാണ്. ആകെ 543 അംഗങ്ങളുള്ള രാജ്യത്തിൻ്റെ ലോക്സഭയിലേക്ക് ഒരു ചാനൽ സർവേ നടത്തി വന്നപ്പോൾ 570-ൽ പരം സീറ്റുകൾക്കുള്ള കണക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഷാജി ജോസഫ് പറഞ്ഞ വാചകം ഏറ്റവും കറക്റ്റ്. കൊട്ടത്താപ്പ് കണക്കുകളാണോ ഇതൊക്കെ എന്ന ആളുകൾക്ക് ഏറ്റവും ശക്തമായി തോന്നാൻ കഴിയുന്ന വിധത്തിൽ ഇതിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറയുന്നതും അത് വളരെ ആധികാരികമായി വളരെ ഗൗരവത്തോടെ വിഷയാധിഷ്ഠിതമായി ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ എടുത്ത് വളരെ സെൻസിബിളായി ചെയ്യുന്ന തരത്തിലേക്കൊക്കെ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. ശ്രീലാൽ, ആ നിലയിൽ നമ്മൾ ഈ രാജ്യത്ത് ഇതിനു മുമ്പ് പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ നേരത്തെ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ നിലയിൽ ഇതിൻ്റെ ഒരു മികവാർന്ന കാലത്തെ കണ്ടിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പ്രശ്നം കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ സർവേകൾ ശരിയാകാത്തതിനെക്കുറിച്ച് ഷാജി ജോസഫ് പറഞ്ഞ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ടല്ലോ. ചരിത്ര ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മുമ്പ് ഈ പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിയെ ബന്ധപ്പെടുത്തിയുള്ള ഒരു കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു നിമിഷം ശ്രീലാൽ, ഇന്ത്യ ടുഡേ കേരളത്തെക്കുറിച്ച് പറയുന്നു. LDF 1 സീറ്റ്, UDF 17-18, BJP 2 മുതൽ 3 വരെ. ശരി ശ്രീലാൽ, മറ്റൊരു കാര്യം, ഈ പറയുന്നത് പോലെ ഒരു 400 സീറ്റ് എന്നും BJP നേരത്തെ തന്നെ പറയുന്നു. ആ തലത്തിലേക്ക് ഈ പറയുന്ന ഫലം വന്നാൽ പോലും അത് ഏത് തരത്തിൽ ഏത് പ്രയോഗത്തിലൂടെ ഫലം വന്നാലും ഇതുപോലൊരു അഭിപ്രായ സർവേകൾ ഇതുപോലെ വരികയാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് അതിശയിക്കില്ലോ, അതിപ്പോൾ സർവേയിൽ വന്നതാണല്ലോ, സർവേകൾ എല്ലാം പറഞ്ഞതാണ് 370-400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞതാണ്, 400 സീറ്റ് കിട്ടി എന്ന്. അതായത് അടുത്ത് വരാൻ പോകുന്നത് അത് ഏത് രീതിയിൽ ആണ് എന്നുള്ളത് പലതരത്തിലുള്ള ആശങ്കകൾ. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചുള്ള പല ആശങ്കകളും പല ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അത് തെളിയിക്കാൻ മെഷീൻ കയ്യിൽ തരണമെന്ന് ആവശ്യപ്പെട്ട് കൊടുക്കാതിരുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് രീതിയിലായാലും ശരി, ഈ ഫലം വരുമ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു എക്സിറ്റ് ഫലം ഉണ്ടെങ്കിൽ ആ ഫലത്തിന് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ഒരു ഘടകം കൂടിയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. നമ്മുടെ മുമ്പിൽ എന്താണ് ശ്രീലാൽ ലാസ്റ്റ് പറഞ്ഞത്? അങ്ങനെ മാറിയിരിക്കുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ.